വലിയ സന്തോഷമുണ്ട്. ഇത്തവണ പൊങ്കാലയ്ക്ക് വരാൻ പറ്റുമോന്നൊരു ആഗ്രഹവും ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പൊങ്കാല ആവുമ്പോൾ ഇവിടെ വരിക എന്നുള്ളത് ഒരു തിരുവനന്തപുരംകാരി എന്ന നിലയിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. വരാൻ പറ്റി. ഇവിടുന്ന് വന്നപ്പോ ഒരു ദിവസം മുമ്പ് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ലൈൻ ക്യൂ അതിപ്പോഴും അവിടെ ഉണ്ടെന്നുള്ള ഇത് നീങ്ങുന്നില്ലെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അല്ലേ ശ്രുതിക്ക് തോന്നിയില്ലേ? ഇത്തവണ കൂടുതൽ തിരക്കുണ്ട്. അതായത് പതിവിലും കൂടുതൽ തിരക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തലേ ദിവസം അടക്കം ഇത്രയും ക്യൂ കണ്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു പ്രത്യേകത ഇന്ന് 3 മണിക്ക് നട അടയ്ക്കും എന്നുള്ളതാണ്. ഇന്ന് 3 മണി മുതൽ 7 മണി വരെ, അതായത് പ്രൈം ടൈമിൽ നട അടച്ചിരിക്കും ചന്ദ്രഗ്രഹണം കൊണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ ആദ്യം വന്ന് തൊഴുത് ഒന്ന് പോവുക എന്നുള്ളതാണ്. പിന്നെ പൊങ്കാലയ്ക്ക് മുമ്പ് വന്ന് അനുമതി വാങ്ങുക എന്നുള്ളൊരു ചടങ്ങ് കൂടി ഉള്ളതുകൊണ്ട് ഈ തിരക്ക് അതിന്റെയാണ് കാണുന്നത്. അപ്പൊ ഇനി എല്ലാം ഒന്ന് തയ്യാറെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാ അമ്മമാരും. നമ്മൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഈ ചരിത്രവും ചരിതവും ഒക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ട്. അത് ആതിരയാണ്. ആതിരയ്ക്ക് അതേക്കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലായി. അങ്ങനെയല്ല, ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമില്ല. കാരണം നമ്മൾ കേട്ട് പറയുന്നതാണ് വിശ്വപ്രസിദ്ധമായ പൊങ്കാല എന്ന് പറയുന്നത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഉത്സവമാണ്. മാത്രമല്ല നമ്മൾ പറയുന്നത് ഒരു കണ്ണകി ദേവിയുടെ മാതൃഭാവമാണ് ആറ്റുകാൽ അമ്മയിൽ ആരാധിക്കുന്നത്. തെക്കൻ കേരളത്തിലൊക്കെ ദേവീ ക്ഷേത്രങ്ങളും ഭദ്രകാളി രൂപമുണ്ട്. ഭദ്രകാളി ദേവി കൂടുതൽ ആരാധിക്കുന്ന ഒരു കാര്യമാണ്. തെക്കൻ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാൽ സന്നിധി എന്ന് പറയുമ്പോൾ ആറ്റുകാൽ അമ്മ ഒരു അമ്മ എന്നൊരു സങ്കല്പത്തിലുള്ള ഒരു ദേവിയാണ്. അത് കണ്ണകി ദേവിയുടെ ചരിതം, കോവലൻ കണ്ണകി ചരിതമാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഇടചേർന്നിരിക്കുന്നത്. അതുപോലെ ചിലപ്പതികാരത്തിന്റെ കഥയിലാണ് പറയുന്നത്. കണ്ണകി ദേവി, പാണ്ഡ്യരാജാവിനെ വധിച്ച കണ്ണകി ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീകൾ പൊങ്കാലയിട്ട് ദേവിയെ പ്രീതിപ്പെടുത്തിയെന്നാണ് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമായി പറയുന്നത്. അതിൽ തന്നെ നമ്മൾ പറയേണ്ട ദേവീ സങ്കല്പങ്ങൾ, ഈശ്വര സങ്കല്പങ്ങൾ പല രീതിയിൽ വിശ്വാസികൾ നടക്കാറുണ്ട്, മനസ്സിൽ ആരാധിക്കാറുണ്ട്. ദൈവങ്ങൾക്ക് പല ഭാവങ്ങളുണ്ട്. അതിൽ തന്നെ അമ്മ എന്ന ഭാവം കൂടുതൽ ആരാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ അമ്മ എന്ന് പറയുന്നത് പോലെ ദേവിയെ ആരാധിക്കുന്ന ഒരു കാര്യം. ആറ്റുകാലിനെ സംബന്ധിച്ചും ആറ്റുകാൽ അമ്മച്ചി എന്നൊരു പ്രയോഗം തന്നെ തിരുവനന്തപുരത്തുണ്ട്, അല്ലേ ശ്രുതി? അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അതാണ് എല്ലാവരും ഇവിടെ വരുന്നവരെല്ലാം അമ്മയുടെ മക്കളാണ് എന്നുള്ളൊരു അതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ അമ്മമാരോട് പറയുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്നത്, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നത്. അതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഒരു വർഷം കൂട്ടിവെച്ച് അമ്മ ഏറ്റവും സന്തോഷവതിയായിരിക്കുന്ന സമയത്ത് വന്ന് പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. പൊങ്കാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൈവേദ്യം അർപ്പിക്കുക അമ്മയ്ക്ക് എന്നുള്ളതാണല്ലോ. അത് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചെറുതിലേ മുതൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു പ്രായം അത് നിശ്ചയിക്കുന്നത്, അതായത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ താലപ്പൊലി എടുക്കുക എന്നുള്ളത് ഇവിടെ മസ്റ്റാണ്. തിരുവനന്തപുരത്തുകാരായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു തവണയെങ്കിലും താലപ്പൊലി എടുത്തിട്ടുണ്ടായിരിക്കും. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് താലപ്പൊലി എടുക്കുക. അതുപോലെ ആൺകുട്ടികളാവുമ്പോൾ കുത്തിയോട്ട വ്രതമാണ്. അത് 10നും 12നും ഇടയിലുള്ള. അതിലൊരു കാര്യം, ഈ പൊങ്കാല മാത്രമല്ല, 10 ദിവസം നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. കുത്തിയോട്ടമുണ്ട്, വിളക്കുകെട്ടുണ്ട്, താലപ്പൊലിയുണ്ട്, അതുപോലെ പിന്നെ പുറത്തെഴുന്നള്ളത്തുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അത് പിന്നെ അതുപോലെ പറയുമ്പോൾ ഈ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ തൊഴുന്നതിന്റെ തിരക്കൂടി ഒന്ന് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം നട തുറന്ന സമയമാണ്. നട തുറന്ന് എല്ലാവരും വളരെ തിരക്കിൽ ഇങ്ങനെ ദർശനം നടത്താൻ വേണ്ടി നീങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ദർശനം നടത്തുക എന്നൊരു കാര്യം മറ്റ് വർഷങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് അധികം കാണും. കാരണം ചന്ദ്രഗ്രഹണമായതുകൊണ്ട് നട അടയ്ക്കുന്ന ഒരു സമയം പതിവില്ലാത്ത, അത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല ഇതുവരെ. ചന്ദ്രഗ്രഹണം ആ സമയത്ത് വന്നുകൊണ്ട് നട അടയ്ക്കുന്നു. സാധാരണ ഇങ്ങനെ നട അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോ ആദ്യമായിട്ടാണ്. ഈ പൗർണമി നാളിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ആ നട അടയ്ക്കുന്ന സമയം ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ്. അത് പൊങ്കാല ദിവസം വന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത്, ആ സമയത്ത് ആർക്കും കയറി തൊഴാൻ പറ്റില്ല. എത്രയോ നാടുകളിൽ നിന്ന് വന്ന ആളുകളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഈ വന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഓടി വന്നൊന്ന് തൊഴുതിട്ട് പോവുക. നമ്മൾ ഇന്നലെ കണ്ട കുറെ മുഖങ്ങളുണ്ട് കേട്ടോ. നമ്മളോടൊക്കെ വന്ന് പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ ദൂരേന്ന് വന്നതാ, കാലിന് സർജറി കഴിഞ്ഞ് വന്ന, ഞങ്ങൾക്കൊന്നും തൊഴാൻ പറ്റിയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാം സമന്മാരാണ്, ആർക്കും പ്രത്യേകതകളില്ല. അവരെല്ലാവരും ഇവിടെ വന്ന് നിന്ന് തൊഴും. ഇന്നത്തെ ദിവസം ഒട്ടും പ്രത്യേകതകളില്ല. അപ്പൊ നമ്മുടെ അനുഭവം, നമ്മളെ അറിവും വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെക്കാൾ കൂടുതൽ പറയാൻ കുറച്ച് ആൾക്കാർ നമുക്കൊപ്പം തയ്യാറായിട്ടുണ്ട്, അല്ലെ? നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം സജ്ജമാണ്. അത്